ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഒരു പുതിയ റെസിപ്പിയായിട്ട് വന്നിട്ടുണ്ട്. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മളിന്ന് പാവയ്ക്ക കൊണ്ടൊരു മസാല കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തീയിലൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 7 അല്ലി വെളുത്തുള്ളി കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 കഷ്ണം സവാള അല്ലെങ്കിൽ ഒരു 4 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്താലും മതിയാവും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് കറിവേപ്പില, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കണം, പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി എരിവിന് വേണ്ടിയിട്ടും ഉള്ളത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു ചെറിയ പാവയ്ക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പകുതി സവോളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യത്തിന് 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ആ അരപ്പൊന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അരപ്പിൻ്റെ കൂടെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ കൈപ്പക്കയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട് പാവയ്ക്ക. ഇനി നമുക്കിതിലേക്ക് ആ മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. അരപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് സോട്ടാവുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. മൊത്തത്തിൽ ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നല്ല രീതിയിൽ തിളച്ച് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഗ്രേറ്റ് ചെയ്ത ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്താലും മതി, ചെറിയൊരു കഷ്ണം. ഇനി ഫൈനലി കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകുന്ന ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിടാം. അധികം ലൂസായി പോകരുത്, കുറച്ച് കട്ടിയിലാണ് നമ്മുടെ ഈ മസാല ഉണ്ടാവേണ്ടത്. ഇനി ഇതിൻ്റെ താളിപ്പൊന്ന് റെഡിയാക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിയതിന് ശേഷം 4-5 ചെറിയ ഉള്ളി അരിഞ്ഞതുകൂടി ചേർക്കുന്നുണ്ട്. അതും ഒന്ന് ബ്രൗൺ നിറമായതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കറിയിലേക്ക് അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൈപ്പക്ക മസാലക്കറി അല്ലെങ്കിൽ പാവയ്ക്ക തീയൽ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ഡിഷാണ്. പാവയ്ക്കയുടെ ആ ഒരു കയ്പ്പൊന്നും അധികം ഉണ്ടാവില്ല ഈ ഒരു കറിയിൽ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻസ് കൂടി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.